പ്രണയകാവൽ, സ്നേഹോപനിഷത്ത് എന്നീ ചെറുകഥാ സമാഹാരത്തിനു ശേഷം അമ്പലത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശാലിനി വിനോദിന്റെ മൂന്നാമത്തെ ചെറുകഥാ സമാഹാരം ഹൃദയമഴ പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രണയകാവൽ, സ്നേഹോപനിഷത്ത് എന്നീ ചെറുകഥാ സമാഹാരത്തിനു ശേഷം അമ്പലത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശാലിനി വിനോദിന്റെ മൂന്നാമത്തെ ചെറുകഥാ സമാഹാരം ഹൃദയമഴ പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുസ്തകം എഴുതുക എന്നതല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഈ നാടിന് ചെയ്യാൻ കഴിയുന്നത്, അവർക്ക് ഈ നാടിനോട് പറയാൻ കഴിയുന്നത്, വരുന്ന തലമുറയ്ക്ക് മാതൃകയാകാൻ കഴിയുന്ന നിലയിലേക്കുള്ള ചില വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത് എന്നതെല്ലാം തങ്ങളുടെ എഴുത്തിലൂടെ സാഹിത്യകാരന്മാർ നമുക്ക് വഴികാട്ടികളാണ്. നമ്മുടെ നാടിന്റെ ഇന്നത്തെ മാറ്റത്തിന് സാഹിത്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെല്ലാം സംഭാവനകളെല്ലാം നാടിന്റെ എഴുത്തുകാരിയാവാൻ ശാലിനി ടീച്ചർക്ക് കഴിയട്ടെയെന്നും നന്മയിലേക്ക് നയിക്കുന്ന എഴുത്തുകാരിയാണ് ശാലിനി വിനോദ് എന്നും ഉദ്ഘാടകൻ വി രമേശൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡാൻജോ തോമസ് ഏറ്റുവാങ്ങി. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ പുസ്തക പരിചയം നടത്തി. മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മതല വികാരങ്ങളെ ഹൃദയസ്പർശിയായി പ്രതിപാദിക്കുന്ന 15 കഥകളാണ് ഹൃദയമഴയിലുള്ളത്. ജീവിതത്തിൽ ഓരോ മനുഷ്യനും മൂല്യങ്ങളെ മുറുകെ പിടിക്കണമെന്ന ബോധ്യപ്പെടുത്തലാണ് ലളിതമായ ഭാഷയിൽ ഹൃദയമഴ വരച്ചുകാട്ടുന്നത്. എഴുത്തുകാരി ശാലിനി വിനോദ് മറുപടി ഭാഷണം നടത്തി. വേണു പള്ളയിൽ സ്വാഗതം പറഞ്ഞു. എം കുഞ്ഞമ്പു പൊതുവാൾ, എം ഗോപാലൻ, കെ വി മണികണ്ഠദാസ്, രവീന്ദ്രൻ രാവണേശ്വരം, വി അനിത, പി ചന്ദ്രിക, കെ വി മനോജ്, വി നാരായണൻ നായർ, വി ബാലൻ, ടി പത്മനാഭൻ നായർ, സന്തോഷ് കുമാർ, പി വി മനൂപ്, പി വി സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.